നിങ്ങൾ ഇതിനു മുൻപ് അഫ്ഗാനി ചിക്കൻ കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. ആളൊരു നോർത്ത് ഇന്ത്യൻ ഐറ്റം ആണ്. നമ്മുടെ പൊറാട്ടയുടെയോ റൊട്ടിയുടെയോ ബട്ടർ നാനിന്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റം ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള നാരങ്ങാനീരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ കട്ട തൈര് അല്ലെങ്കിൽ യോഗട്ട് എടുക്കാം. അതുപോലെ തന്നെ ഒരു അരമണിക്കൂർ കുതിർത്ത അണ്ടിപ്പരിപ്പ്, 3 പച്ചമുളക്, ഒരു കൈപ്പിടി മല്ലിയില, വലിയുള്ളി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ ചാട്ട് മസാല, 1/2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ചേർന്നൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ലൂസായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ ഈ മാരിനേഷൻ. അതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീമും കൂടി ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചാൽ മതിയാവും. നന്നായിട്ട് നമ്മൾ ചിക്കൻ മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു പാൻ എടുത്ത് ചൂടായ ശേഷം വളരെ കുറച്ച് നെയ്യ് ഇടാം. നെയ്യ് ചൂടായി വന്ന ശേഷം ചിക്കൻ ഓരോ പീസും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഷാലോ ഫ്രൈ ആണ്, വളരെ കുറച്ച് നെയ്യ് മതിയാവും. അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്ക് മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മൂടി വെച്ചിട്ട് കുറച്ച് നേരം കുക്കാവാൻ വേണ്ടി വെക്കുന്നുണ്ട്. കുക്കായി അതിൽ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ തന്നെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഈ വേറൊരു പാനിലേക്ക് ചൂടായ ശേഷം ബാക്കി വന്ന മാരിനേഡ് ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഇനി ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്താൽ മാത്രം മതി. അതിനായിട്ട് ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് കനലിട്ടിട്ട് ഒരു പീസ് ഏലക്ക ഇടുന്നുണ്ട്. നെയ്യ് ഒഴിച്ചിട്ട് മൂടി നന്നായി വെക്കുന്നുണ്ട്. സ്മോക്ക് നന്നായിട്ട് അതിൽ പിടിക്കുന്നത് വരെ നമുക്ക് അങ്ങനെ തന്നെ വെക്കാം കേട്ടോ. സ്മോക്കൊക്കെ ഫുള്ളായിട്ട് അതിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. എപ്പോഴും ഒരേപോലത്തെ നമ്മുടെ നാടൻ സ്റ്റൈൽ ചിക്കൻ കറി കഴിച്ചു മടുത്തവർക്ക് ഈ സ്റ്റൈലൊന്ന് ട്രൈ ചെയ്താക്കാം കേട്ടോ. നോർത്ത് ഇന്ത്യൻ ആണ്, പക്ഷേ ടേസ്റ്റിലൊന്നും ഒരു കുറവുമില്ല. നല്ല റിച്ച് ആൻഡ് ക്രീമിയാണ്. ബട്ടർ ചിക്കൻ്റെ ഒക്കെ ഏകദേശം ഒരു ടൈപ്പാണ്, പക്ഷെ വേറെ തന്നെ ടേസ്റ്റും വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.